തലവൂർ മഞ്ഞക്കല ചെമ്മണ ഗവൺമെന്റ് BVLP സ്കൂളിന് സമീപം ആരംഭിച്ച ബിവറേജസ് ഔട്ട്ലെറ്റിന്റെ പ്രവർത്തനങ്ങൾ 89 ദിവസത്തെ രാപ്പകൽ ജനകീയ സമരത്തിന്റെ ഫലമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ച താൽക്കാലിക പരിഹാരം കണ്ടെത്തിയിരുന്നു. 2017 ജൂലൈ 20-ാം തീയതിയായിരുന്നു സംഭവം. എന്നാൽ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയ 19 പേർക്കെതിരെ വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തി പുനലൂർ കോടതിയിൽ കേസ് നൽകുകയും ചെയ്തു. നീണ്ട 7 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ നാട്ടുകാർ ഹൈക്കോടതിയെ സമീപിച്ചു. കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസ് പിൻവലിക്കുവാൻ ഉത്തരവും ലഭിച്ചു. ഇത് ഏറെ ആശ്വാസമാണ് പ്രദേശവാസികൾക്ക് നൽകിയത്. നാടിന്റെ നല്ല പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ പേരിൽ കേസിൽ അകപ്പെട്ടത് ഏറെ അഭിമാനത്തോടെയാണ് നാട്ടുകാർ അനുസ്മരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. കേസ് പിൻവലിക്കാനുള്ള ഉത്തരവ് വന്നതിനു പിന്നാലെ മധുരം പങ്കുവച്ചും വിശദീകരണ യോഗങ്ങൾ ചേർന്നും സൗജന്യമായി കേസ് ബാധിച്ച അഡ്വക്കേറ്റ് PA റെജിമോനെയും പുനലൂർ കോടതിയിലെ അഡ്വക്കേറ്റ് ഷൈജു ലൂക്കോസിനെ ആദരിച്ചുമാണ് പ്രദേശവാസികൾ വിജയാഘോഷം സംഘടിപ്പിച്ചത്. കേസ് വന്നതിന് ശേഷം ഞാൻ ആദ്യം ബന്ധപ്പെടുന്നത് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ അനിയത്തിയുടെ മോൻ എൻ്റെ കൂടെ അവിടെ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റാണ്. പുള്ളിയാണ് ബിവറേജ് കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാനിപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയുണ്ടായി. അന്ന് അതിനുശേഷം ഒരു ദിവസം ബിവറേജ് കോർപ്പറേഷൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസേഴ്സിനെ കോടതി വിളിപ്പിച്ചിരുന്നു. നമ്മുടെ കേസോട് ബന്ധപ്പെട്ടല്ല, വേറൊരു കേസോട് ബന്ധപ്പെട്ടു. അപ്പോൾ എന്നോട് നവീൻ നായി, പിണറായി വിജയൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ മോൻ്റെ പേര് നവീൻ എന്നെ വിളിച്ച് പറഞ്ഞു അവർ വന്നിട്ടുണ്ട്, നമുക്ക് കാര്യം ചെയ്ത് നമുക്ക് അവരോടൊപ്പം സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവർക്ക് പിൻവലിക്കാമെന്നുള്ളൊരു നിർദ്ദേശം അവർ കൊടുക്കുന്നതിലേക്ക് വന്നായിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് പിന്നെ അതിൽ നമ്മൾ വിട്ടുപോയി. പിന്നെ നമുക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല. പിന്നെ സാർ ഇവിടെ വേണ്ട കാര്യം ഇവിടെ ചെയ്യുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഹൈക്കോടതിയോട് ബന്ധപ്പെട്ട് അത്രയും കൊണ്ട് പോകാൻ ഇവിടെ തന്നെ തീരുമെന്നുള്ളൊരു പ്രതീക്ഷ വന്നു. എൻ്റെ സാറിനെ വിളിച്ചപ്പോൾ സാറാ പറഞ്ഞു ഇവിടെ ഒന്നും തീർത്തില്ല സാറേ, ഇവിടെ വലിയ പാടായിരുന്നു, തീർക്കാൻ വലിയ പാടാണ്. ആ മജിസ്ട്രേറ്റ് അത്ര ഒരു ഇതാണ്. അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു പുനലൂർ കോടതിയിൽ നിന്ന് പത്തനാപുരത്ത് പോയി. സാറ് പറയാം എനിക്ക് എത്രയാവട്ടല്ല, പത്തനാപുരത്ത് പോയി. പത്തനാപുരത്ത് വീണ്ടും പെട്ടെന്ന് തന്നെ തിരിച്ച് പോയി. നമ്മുടെ ഈ കേസ് ഹൈക്കോടതിക്ക് വന്നപ്പോൾ ഈ കേസ് താഴത്തെ കോടതിയുടെ പല ഡീറ്റെയിൽസും നമുക്ക് കിട്ടുന്നില്ല. ആഘോഷ പരിപാടികൾക്ക് മഞ്ഞക്കാല ഒരുമ കൂട്ടായ്മ പ്രസിഡന്റ് PA സജിമോൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഉണ്ണികൃഷ്ണപിള്ള, DP ശ്രീകുമാർ, ബിജുമോൻ, രാജു, സന്തോഷ് കുമാർ, രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ, ജോൺ ലൂക്കോസ്, P ഡാനിയൽ, ശശിധരൻ, മധുസൂദനൻ പിള്ള, റോസമ്മ, ശ്യാമള എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഒരുമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാർഷിക മേഖലയിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമെന്നും കൂട്ടായ്മ പ്രസിഡന്റ് PA സജിമോൻ പറഞ്ഞു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.